Hello everyone, welcome to Ejupod Class 7. It's me, Nafi. എല്ലാവർക്കും മക്കളെ Ejupod 7 ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ അവർ എർത്ത് അഥവാ നമ്മുടെ ഭൂമി എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ലിങ്ക് ഒന്ന് അയച്ചു കൊടുത്തോ. അപ്പോൾ ഇതേപോലെ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ ലഭിക്കണമെങ്കിൽ ക്ലാസ് 7 സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തോ. കമന്റ് ബോക്സിൽ എന്തെങ്കിലും ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ ക്രിസ്മസ് എക്സാമിന്റെ സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ആകും. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ബൂസ്റ്റർ ബാച്ച് മറന്നു പോകണ്ട. നിങ്ങൾക്ക് 7ാം ക്ലാസ്സിൽ ഏറ്റവും ബെസ്റ്റ് മാർക്ക് നേടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്ത് എജുപോണിന്റെ ബൂസ്റ്റർ ബാച്ചിലാണ്. എജുപോണിന്റെ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 സെറ്റ് ഓഫ് എക്സാംസ്, 2 സെറ്റ് ഓഫ് നോട്ട്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നമ്മുടെ എജുപോണിന്റെ ബൂസ്റ്റർ ബാച്ചിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ? How did we get the information about the interior of the earth? ഭൂമിയുടെ ഉൾഭാഗത്തെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് എങ്ങനെയാണ് ലഭിച്ചത്? ഇങ്ങനെ ഒരു ചോദ്യം എന്ത് ചെയ്തേക്കാം, എക്സാമിന് ചോദിച്ചേക്കാം. അപ്പോൾ ശ്രദ്ധിക്കണം, ഇതിന്റെ ആൻസർ ആയി നിങ്ങൾ എന്ത് ചെയ്തത്? ബൈ എക്സാമിനിങ് മെറ്റീരിയൽസ് റീച്ച് ദ എർത്ത് സർഫസ് ത്രൂ വോൾക്കാനിക് ഇറപ്ഷൻ. അല്ലെ, അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുന്ന വസ്തുക്കളെ പരിശോധിച്ചുകൊണ്ടില്ല. വോൾക്കാനിക് ഇറപ്ഷൻ അഥവാ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എന്ത് ചെയ്യും? ഒരുപാട് വസ്തുക്കൾ എത്തും. അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ട് അടുത്തെന്താ? ഫ്രം ദി ഇൻഫർമേഷൻ കളക്ടർ ഫ്രം ദി മൈൻസിലെ ഗനികളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടില്ല. മൈൻ അഥവാ ഭൂമിക്കുള്ളിൽ കുഴിച്ചു പോകുന്ന ഗനികളുണ്ട്. ആ ഗനികളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ബൈ അനലൈസ് ദ മോഷൻസ് ഓഫ് വേവ്സ് ജനറേറ്റഡ് ഡ്യൂറിംഗ് എർത്ത് ഭൂകമ്പ സമയത്ത് ഉണ്ടാകുന്ന തരംഗങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഭൂമിയുടെ ഉൾഭാഗത്തെ കുറിച്ച് മനസ്സിലാക്കാം. ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരാണ്. ഈ ഒരു ഹോംവർക്കിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. ചിലപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്തേക്കാം, നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചേക്കാം. സോ ഇതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഇനി അടുത്ത ചോദ്യമാണ്, എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ക്രസ്റ്റ് കോർ മാൻഡിൽ. ഭൂവൽക്കം, മാൻഡിൽ, കാമ്പ് എന്നിവയുടെ സവിശേഷതകൾ വിശദീകരിക്കുക. അപ്പൊ നമുക്കറിയാം ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള ഭാഗമാണ് എന്ത്? കോർ അഥവാ കാമ്പ്. രണ്ടാമത്താണ് എന്ത്? മാൻഡിൽ. ഏറ്റവും പുറമെയുള്ള ഭാഗമാണ് ഇത് ക്രസ്റ്റ് അഥവാ ഭൂവൽക്കം. ഇത് ഓരോന്നിന്റെയും സവിശേഷത ഇതേപോലെ ഒറ്റയടിക്കും അല്ലാതെയൊക്കെ എക്സാമിന് ചോദിച്ചേക്കാം. ക്രസ്റ്റ് അഥവാ ഭൂവൽക്കത്തിന്റെ സവിശേഷത എന്താ? ഏറ്റവും പുറമേയുള്ള പാളിയാണ്. ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദി എർത്ത് ഈസ് നോൺ ആസ് ക്രസ്റ്റ്. ക്രസ്റ്റിന് 2 ഭാഗങ്ങളുണ്ട്. കോണ്ടിനെന്റൽ ക്രസ്റ്റും ഉണ്ട്, ഓഷ്യാനിക് ക്രസ്റ്റും ഉണ്ട്. അല്ലെ, വൻകര ഭൂവൽക്കവും ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്? സമുദ്ര ഭൂവൽക്കവും ഉണ്ട്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഇതിൽ വൻകര ഭൂവൽക്കം അഥവാ കോണ്ടിനെന്റൽ ക്രസ്റ്റിനാണ് തിക്നെസ് കൂടുതൽ. എറൗണ്ട് എത്ര വരും? 30 കിലോമീറ്റേഴ്സ് തിക്നെസ്. അല്ലെ, 30 കിലോമീറ്ററോളം തിക്നെസ് എന്തിനുണ്ട്? കോണ്ടിനെന്റൽ ക്രസ്റ്റ് അഥവാ വൻകര ഭൂവൽക്കത്തിനുണ്ട്. എന്നാൽ ഓഷ്യാനിക് ക്രസ്റ്റ് അഥവാ സമുദ്ര ഭൂവൽക്കത്തിന് 5 കിലോമീറ്റേഴ്സ് അഥവാ 5 കിലോമീറ്റർ ആണ് തിക്നെസ് വരുന്നത്. അടുത്താണ് ഇത് മാൻഡിൽ. മാൻഡിൽ ഒരു ഡെപ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2900. തിക്നെസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2900 കിലോമീറ്റർ ആണ്. ഒരു കട്ടി, ഈ മാൻഡിലിന്റെ കട്ടി എത്രയാണ് വരുന്നത്? 2900 കിലോമീറ്റർ. 2900 കിലോമീറ്റർ കട്ടിയുള്ളതാണ് എന്ത്? മാൻഡിൽ എന്ന് പറഞ്ഞാൽ. ഈ മാൻഡിലിന് 2 ഭാഗങ്ങളുണ്ട്. അപ്പർ മാൻഡിലും ലോവർ മാൻഡിലും. ഉപരി മാൻഡിലും ഉണ്ട്, അധോ മാൻഡിലും ഉണ്ട്. അപ്പർ മാൻഡിൽ ആൻഡ് ക്രസ്റ്റ് ടുഗദർ ഈസ് കോൾഡ് ആസ് ലിത്തോസ്ഫിയർ. മാൻഡിലിന്റെ മുകൾ ഭാഗവും ക്രസ്റ്റ് അഥവാ ഭൂവൽക്കവും കൂടി ചേർന്ന ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ലിത്തോസ്ഫിയർ അഥവാ ശിലാമണ്ഡലം. അപ്പൊ എന്താണ്? അപ്പർ പാർട്ട് ഓഫ് ദി മാൻഡിൽ ആൻഡ് ക്രസ്റ്റ് ടുഗദർ ഈസ് കോൾഡ് ആസ് ലിത്തോസ്ഫിയർ. മാൻഡിലിന്റെ മുകൾ ഭാഗവും അതേപോലെ തന്നെ ഭൂവൽക്കവും കൂടി ചേർന്ന് നമ്മൾ എന്ത് വിളിക്കുന്നു? ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ആ ലിത്തോസ്ഫിയറിന് താഴെ എന്തുണ്ട്? എസ്തനോസ്ഫിയർ ഉണ്ട്. ശ്രദ്ധിക്കണം, ലിത്തോസ്ഫിയറിന് താഴെ എന്തുണ്ട്? എസ്തനോസ്ഫിയർ ഉണ്ട്. ഞാൻ ലാസ്റ്റ് വണ്ണാണ് എന്ത്? കാമ്പ്. ഏറ്റവും ഉള്ളിലുള്ള ഭാഗമാണ് എന്ത്? കാമ്പ് എന്ന് പറഞ്ഞാൽ. ഔട്ടർ കോറും ഉണ്ട്, ഇന്നർ കോറും ഉണ്ട്. അകക്കാമ്പും ഉണ്ട്, പുറക്കാമ്പും ഉണ്ട്. ഇതിൽ ഔട്ടർ കോർ എന്ത് അവസ്ഥയിലാണ്? ലിക്വിഡ് സ്റ്റേറ്റ് അഥവാ ദ്രവാവസ്ഥയിലാണ്. ഇന്നർ കോർ എന്ത് അവസ്ഥയിലാണ്? സോളിഡ് സ്റ്റേറ്റ് അഥവാ ഖരാവസ്ഥയിലാണ്. ഈ കാമ്പിൽ പ്രധാനമായിട്ട് നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? നിക്കലും ഇരുമ്പും. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ കാമ്പിൽ നമുക്ക് പ്രധാനമായിട്ടും എന്തൊക്കെ കാണാൻ പറ്റും? നിക്കലും കാണാം, അതേപോലെ തന്നെ എന്തും കാണാം? ഇരുമ്പും കാണാം. അതുകൊണ്ട് ഈ കാമ്പിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? NiFe എന്ന് കൂടി വിളിക്കുന്നുണ്ട്. അറൌണ്ട് 5500 ഡിഗ്രി സെൽഷ്യസ്, 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ത്? കാമ്പിലെ ചൂട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് നൈട്രജൻ ആണ്. ഒന്ന് ഓർത്ത് വെക്കണം. ഏതാടാ? നൈട്രജൻ ആണ് ഏറ്റവും അബൻഡന്റ് ഗ്യാസ് ഇൻ അറ്റ്മോസ്ഫിയർ. അപ്പൊ ഇതേപോലെ നോട്ടുകളും കാര്യങ്ങളും കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ക്രിസ്മസ് എക്സാമിന് സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പിൽ നിർബന്ധമായിട്ട് ജോയിൻ ചെയ്യുക. ലിങ്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ ബൂസ്റ്റർ ബാച്ച്, ക്രിസ്മസ് എക്സാം അതിനുശേഷം നടക്കാൻ പോകുന്ന നിങ്ങളുടെ ആനുവൽ എക്സാമിലൊക്കെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് മാർക്ക് നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത് എജുപോഡിന്റെ ബൂസ്റ്റർ ബാച്ചിലാണ്. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കട്ടോ. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ആർ ദി ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് എർത്ത് അറ്റ്മോസ്ഫിയർ. അല്ലെ, ഭൂമിയുടെ അന്തരീക്ഷത്തിലെ വ്യത്യസ്ത പാളികൾ ഏതൊക്കെയാ? ട്രോപ്പോസ്ഫിയർ ഉണ്ട്, സ്ട്രാറ്റോസ്ഫിയർ ഉണ്ട്, മിസോസ്ഫിയർ ഉണ്ട്, തെർമോസ്ഫിയർ ഉണ്ട്, എക്സോസ്ഫിയർ ഉണ്ട്. അല്ലെ, ദീസ് ആർ ദി 5 ലെയേഴ്സ് ഓഫ് എർത്ത് അറ്റ്മോസ്ഫിയർ. അല്ലെ, ഭൂമിയുടെ അന്തരീക്ഷത്തിന് 5 പാളികളാണ് ഇവ. ഇതിന്റെ ഓരോന്നിന്റെയും ഫീച്ചേഴ്സ് നിങ്ങൾ പഠിച്ചു വെച്ചോ. എക്സാമിന് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് വണ്ണാണ് ഇത് ട്രോപ്പോസ്ഫിയർ, ദ ലോവസ്റ്റ് ലെയർ ഓഫ് എർത്ത് അറ്റ്മോസ്ഫിയർ. അല്ലെ, നമ്മുടെ ഭൂമിയിലെ ഏറ്റവും താഴെയുള്ള പാളിയാണ് ഇത് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ട്രോപ്പോസ്ഫിയർ എന്താടാ? ഒരു
ഒരു ആവറേജ് ഹൈറ്റ് എത്രയാണ് 13 കിലോമീറ്റർ, 13 കിലോമീറ്റർ ആണ് എന്ത് ഇതിന്റെ ഒരു ശരാശരി ഉയരം. പക്ഷേ എന്താണ് ഇത് ഹൈറ്റ് റേഞ്ച് 8 കിലോമീറ്റർ ടു പോൾസ് ആൻഡ് 18 കിലോമീറ്റർ ഇക്വേറ്ററിൽ എന്താണ് 18 കിലോമീറ്റർ അഥവാ 18 കിലോമീറ്റർ ഉയരത്തിലാണ് എന്ത് കാണുക ട്രോപ്പോസ്ഫിയർ കാണാം. ഈ ട്രോപ്പോസ്ഫിയറിലാണ് എന്തുള്ളത് റെയിൻ, സ്നോ, ഡസ്റ്റ് പാർട്ടിക്കിൾസ്, വിൻഡ്, കാറ്റ്, മഴ, മഞ്ഞ്, പൊടിപടലങ്ങൾ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇത് എവിടെയാണ് ട്രോപ്പോസ്ഫിയറിലാണ്. ഈ ട്രോപ്പോസ്ഫിയർ എന്ത് ചെയ്യും ഫോർ ഈച്ച് 165 മീറ്റർ ഓഫ് ഹൈറ്റ് ദർ ഇസ് എ ഡിഗ്രീസ് ഓഫ് 1 ഡിഗ്രി സെൽഷ്യസ് ഓഫ് ടെമ്പറേച്ചർ അല്ലെ. ഓരോ 125 മീറ്റർ ഉയരത്തിലേക്ക് പോകും തോറും 1 ഡിഗ്രി സെൽഷ്യസ് വെച്ചിട്ട് എന്ത് കുറയുന്നു ടെമ്പറേച്ചർ അഥവാ താപനില കുറയുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക. അടുത്താണ് ഇത് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ ഇറ്റ്സ് എ ലെയർ that's just above the troposphere. ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള ലെയർ ആണ് ഇത് സ്ട്രാറ്റോസ്ഫിയർ. ഒരു 50 കിലോമീറ്റർ ആയിരിക്കും എന്ത് ഇതിന്റെ ഒരു പിന്നെ ലെങ്ത് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 50 കിലോമീറ്റർ ആണ്. ഈ സ്ട്രാറ്റോസ്ഫിയറിലാണ് ആരുള്ളത് ഓസോൺ ഉള്ളത്. പഠിച്ചു വെക്കണം ഓസോൺ ഉള്ളത് എവിടെയാണ് സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഈ ഓസോൺ നമ്മൾ എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് UV റേസ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒന്നാണ് എന്ത് ഓസോൺ എന്ന് പറയുന്നത്. ഓസോൺ നമ്മൾ എന്തിന് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് UV റേസ് എന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അടുത്താണ് എന്ത് മിസോസ്ഫിയർ ദ കോൾഡസ്റ്റ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ. നമ്മുടെ അന്തരീക്ഷത്തിന്റെ ഏറ്റവും തണുത്ത പാളിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് മിസോസ്ഫിയർ ദ കോൾഡസ്റ്റ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിന്റെ ഏറ്റവും തണുത്ത പാളിയെ നമ്മൾ എന്ത് വിളിക്കുന്നു മിസോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ഈ മിസോസ്ഫിയറിൽ എന്താണ് -100 ഡിഗ്രി സെൽഷ്യസ് വരെ എന്തെത്താറുണ്ട് ടെമ്പറേച്ചർ എത്താറുണ്ട്. അത് മാത്രമല്ല ഇതിന് ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം 50 to 80 കിലോമീറ്റേഴ്സ് ആണ് എന്ത് ഇതിന്റെ ഹൈറ്റ്. ദ മെറ്റിയോസ് ഉൽക്കകൾ കത്തിത്തീരുന്ന എവിടെ വെച്ചിട്ടാണ് മിസോസ്ഫിയറിൽ വെച്ചിട്ടാട്ടോ. അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നെക്സ്റ്റ് ലെയർ ആണ് ഇത് തെർമോസ്ഫിയർ. തെർമോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ ദ ഹോട്ടസ്റ്റ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിൽ ഏറ്റവും ചൂടുള്ള പാളിയാണ് ഇത് തെർമോസ്ഫിയർ എന്ന് പറഞ്ഞാൽ. ഈ തെർമോസ്ഫിയറിന്റെ ലോവർ പാർട്ടിനെ നമ്മൾ എന്ത് വിളിക്കുന്നു അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. അയോൺസ് ഉണ്ട് നമ്മുടെ റേഡിയോ ട്രാൻസ്മിഷൻ ഹെൽപ്പ് ചെയ്യുന്ന അയോൺസ് എവിടെ കാണുന്നുണ്ട് ഇവിടെ കാണുന്നുണ്ട്. 80 to 400 കിലോമീറ്റർ ആണ് എന്ത് ഈ ഒരു തെർമോസ്ഫിയറിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യും ചിലപ്പോൾ എക്സാമിന് ചോദിച്ചേക്കാം. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ക്വസ്റ്റ്യനും കൂടി ഇതും ചിലപ്പോൾ എന്ത് ചെയ്യാം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന് ആൻസർ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ. അപ്പോൾ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യും നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾ നേരത്തെ കിട്ടാൻ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ജോയിൻ ചെയ്ത് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ് വിത്ത് PYQs അടക്കം എവിടെ അവൈലബിൾ ആണ് എജുപോണിന്റെ ബൂസ്റ്റർ ബാച്ചിൽ അവൈലബിൾ ആണ്. എജുപോണിന്റെ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ കാര്യങ്ങളൊക്കെ സെറ്റ് ആവും. ജോയിൻ ചെയ്യാം നമുക്ക് സെറ്റ് ആക്കാം. സോ വീണ്ടും കാണാം. ഇറ്റ്സ് മിനാഫി സൈനിങ് ഓഫ്. ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സെറ്റ് ആക്കുക. ബൈ.